മലയാളത്തിൽ പൃഥ്വിരാജ് നായകനായ അനന്തഭദ്രം ഉൾപ്പെടെയുള്ള 5ഓളം സിനിമകളുടെ രചന നിർവഹിച്ച വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ. കാന്തല്ലൂർ സ്വാമിയെന്നും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടാറുണ്ട്. താൻ എഴുതി തീർത്ത പല തിരക്കഥകളും സിനിമയാക്കാൻ കഴിയാത്തവയാണെന്നാണ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി താൻ എഴുതിയ കഥകൾ സിനിമയാക്കാൻ പല ആളുകളും സമീപിച്ചിരുന്നുവെന്നും അവയൊന്നും നടക്കാതെ പോയെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ഒരുപാട് ചെറുപ്പക്കാർ കഥയ്ക്കായി എന്നെ സമീപിക്കാറുണ്ട്. മേജർ രവിയുമായി ചേർന്ന് മാടൻപുലി എന്ന ഒരു ചിത്രം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു. പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത്. ആ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അത് മുടങ്ങി. പിന്നീടാണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത് നടന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടന്നില്ല. പലരും ആ സിനിമ ചെയ്യാനായി എന്നെ സമീപിച്ചു. ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് 3 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മണികർണിക എന്ന എന്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചത്. നാഗത്തിന്റെ കഥയാണ്. അതിന്റെ തിരക്കഥയും ഞാൻ പൂർത്തിയാക്കി. പലരും അതിനായി എന്നെ സമീപിച്ചു. ഹിമാലയത്തിൽ വെച്ച് നടന്ന ഒരു സംഭവമാണത്. ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ഒരു നാഗം പത്തി വിടർത്തുന്നതും അതെന്നെ പിന്തുടരുന്നതുമാണ് കഥ. മണികർണികയുടെ അവസാനത്തെ സീൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ വീടിനുള്ളിൽ ഒരു പാമ്പ് കയറി. അപ്പോൾ തന്നെ വാവാ സുരേഷിനെ വിളിച്ചു. അദ്ദേഹം വീട്ടിലെത്തി. ആ പാമ്പിനെ പിടിക്കില്ലെന്നാണ് വാവാ സുരേഷ് അന്ന് പറഞ്ഞത്. അതിനുള്ള കാരണവും എനിക്കറിയാമായിരുന്നു. പാമ്പിനെ പിടിക്കാതെ വാവാ സുരേഷ് പോയി. മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ടയുടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്തിന് ഞാനൊരു സന്ദേശം അയച്ചിരുന്നു. മമ്മൂട്ടി രോഗാവസ്ഥയിലാകും. ഇത് അപകടമാണെന്നായിരുന്നു എന്റെ സന്ദേശമെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു.